ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ CCTV ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ച് രാജ്ഭവൻ. CCTV ദൃശ്യങ്ങൾ ഇതുവരെയും കൈമാറിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ CCTV ദൃശ്യങ്ങൾ അനിവാര്യമാണെന്ന് കൊൽക്കത്ത പോലീസ് പറയുന്നു. രാധാകൃഷ്ണനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഈ പോരിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ നടപടികളൊക്കെ വരുന്നത്. ഒരു ഭാഗത്ത് അത്തരത്തിൽ രാഷ്ട്രീയമായി കൂടി അത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോഴെന്താണ് ഒടുവിൽ ഈ രാജ്ഭവൻ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്? വിഷയത്തിൽ ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ടുള്ളതാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചന തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണങ്ങളോട് രാജ്ഭവൻ മുഖം തിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇപ്പോൾ കൊൽക്കത്ത പോലീസ് പറയുന്നത് CCTV ദൃശ്യങ്ങൾ, ഈ കേസിൽ ഏറ്റവും നിർണായകമാകേണ്ട CCTV ദൃശ്യങ്ങൾ അത് നൽകാനായിട്ട് രാജ്ഭവൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് നൽകുന്നതിൽ നിന്ന് പിന്മാറുകയാണ് രാജ്ഭവൻ ചെയ്തത് എന്നുള്ള നിലപാടാണ് അവർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു. രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ആ വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വരുന്നത്. ഈ വിഷയം തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഗവർണർ പദവിയെ അനാദരിക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതൊരു നിയമപരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നത്തിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ച കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. പോലീസിനെ സംബന്ധിച്ച് ഈ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് പോലീസിന് അവർക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നിർണായകമാണ്. ഉന്മേഷ്. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.